ഞാൻ ഇന്ന് ടോവിയെ കണ്ടപ്പോൾ ടോവി പറഞ്ഞു ഇത് അധികം നമുക്ക് ഹൈപ്പ് കൊടുക്കണ്ട. പിന്നെ കുറച്ച് കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു അല്ല ഉള്ളത് പറയണ്ടേ. പക്ഷെ അങ്ങനെ റോബിൻഹുഡ് അല്ല, അല്ല റോബിൻഹുഡേ അല്ല. പുള്ളിയുടെ ആക്ടുകൾ ഈ മോഷണവും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചാൽ പുള്ളിയുടെ ഒരു റിബൽ സ്വഭാവത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അല്ലാതെ ഇവിടെ നിന്ന് കട്ടിട്ട് പാവങ്ങൾക്ക് കൊടുക്കാന്നുള്ള അല്ല പുള്ളിയുടെ ഐഡിയോളജി. ടു ആൻ എക്സ്റ്റെന്റ് എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ സീൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഓക്കെ ഇത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സാധനം ഉണ്ടാവും. അപ്പം ടോവി ഓക്കെ he will be ready to do it. വരുംപരായികളെ കുറിച്ച് ചിന്തിക്കാൻ മാത്രമുള്ള ബുദ്ധിയില്ലാത്ത ഏറ്റവും നല്ലൊരു ഓണം എക്സ്പീരിയൻസ് ആയിരിക്കും ഫെസ്റ്റിവൽ മൂഡ്. ഫെസ്റ്റിവൽ ബ്ലാസ്റ്റ് ഒരു ലക്ഷണമൊത്ത മലയാളം പടമായിരിക്കും. അജയൻ്റെ രണ്ടാം മോഷണം ഫൈനലി തിയേറ്ററുകളിലേക്ക് വരികയാണ്. എന്ന് വെച്ചാൽ പാൻ ഇന്ത്യൻ ലെവലിലൊരു എക്സ്പെക്റ്റേഷനുള്ള സിനിമ, മേ ബി അതിന് അപ്പുറത്തേക്കും ഒരുപാട് ആളുകൾ സംസാരിക്കുന്ന മലയാളത്തിൽ നിന്ന് ഇനി വരാൻ പോകുന്ന ഒരു വലിയ സിനിമ എന്ന പേരോട് വരാൻ പോകുന്ന സിനിമയാണ്. ഒരുപാട് പ്രയത്നങ്ങളുണ്ട് ഇതിന് പിന്നിൽ. ഫൈനലി തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഇപ്പം എന്താ തോന്നുന്നത്? അല്ല ഇതൊക്കെ അവതാരകയ്ക്ക് പറയാം, നമുക്കിത് പറയാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇതിനെക്കുറിച്ച് ഞാൻ ഇന്ന് ടോവിയെ കണ്ടപ്പോൾ ടോവി പറഞ്ഞു ഇത് അധികം നമുക്ക് ഹൈപ്പ് കൊടുക്കണ്ട. പിന്നെ കുറച്ച് കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു അല്ല ഉള്ളത് പറയണ്ടേ. ഈ കൺഫ്യൂഷൻ എനിക്കുണ്ട്. ഒരു കാര്യം മാത്രം പറയാം, മാക്സിമം എഫേർട്സ് എടുത്തിട്ടുള്ള ഒരു പടമായിരിക്കും അത്. ടോവിയെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ഗംഭീരമായിട്ടുള്ള എഫേർട്സ് എടുത്തിട്ടുണ്ട്. പെർഫോമൻസ് എന്നല്ല ഞാൻ പറയുന്നത്, അത് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. എഫേർട്സ് എന്ന് പറഞ്ഞിരുന്നാൽ ഒരു കാര്യം മാത്രം പറയാം, ഓരോ ഷോട്ടും ഞാൻ ടോവിയുടെ കൂടെ അഭിനയിക്കുമ്പോൾ എനിക്കത് ഓക്കെയാണ്. ഫസ്റ്റ് ഷോട്ട് ഓക്കെയാണ്, ടോവി പറയാം അതൊന്നുകൂടെ എടുക്കണം. ഡയറക്ടർക്ക് ഓക്കെയാണ്. വീണ്ടും 3 വെർഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് എൻ്റെ കൂടെയുള്ള സീൻസിൽ പിന്നെ ഞാൻ ജിതിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എപ്പോഴും ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഷോട്ടിന് 3 വെർഷൻ വീതം കൊടുത്തിട്ടുണ്ട്. അവസാനം എഡിറ്റിംഗ് ടേബിളിൽ ഇത് ഏത് എടുക്കണം എന്നുള്ള രീതിയിൽ അത് ഞാൻ ടോവിയുടെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് എല്ലാ സിനിമയിലും ഇങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. പക്ഷേ ഈ ചിത്രത്തിൽ അങ്ങനെയായിരുന്നു. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് പറയണോ വേണ്ടേ എന്നുള്ള അറിയില്ല. പാൻ ഇന്ത്യൻ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു വലിയ ക്യാൻവാസ് നമുക്ക് ഓരോ ഷോട്ടിലും ഫീൽ ചെയ്യുന്നുണ്ട്. അത് സത്യസന്ധമായിട്ട് പറയണം. ഇനി ടോവി പറയട്ടെ. നമുക്ക് എന്ന് വെച്ചാൽ ഞങ്ങള് രണ്ടുപേരുമാണ് ഇതിനകത്തുള്ള ഒരു കോംബോ. മണിയനും നാണും എന്ന് പറയുന്നത്. അത് ഹരീഷേട്ടന്റെ ശബ്ദത്തിൽ തന്നെ പറയാം. മറ്റേ കള്ളനും കൊല്ലനും കൂടിയുള്ള ഡെഡ്ലി കോംബോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്യാരക്ടറിന്റെ ഇത് അങ്ങനെയാണ്. ഞങ്ങൾ സന്തോഷ സഹചാരികളായിട്ടുള്ള രണ്ടുപേരാണ്. മണിയന്റെ കൂടെയാണ് ജഗദീഷേട്ടന് വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് പരിപാടികളെല്ലാം. അപ്പോ ഞാൻ ആദ്യമായിട്ടാണ് ജഗദീഷേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. എത്രയോ കാലമായിട്ട് നമുക്ക് അറിയാം. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളും എനിക്ക് ടെൻഷൻ എന്താ വെച്ചാൽ ഞാനിങ്ങനെ വേറൊരു ഓപ്ഷൻ കൂടെ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പേടി ജഗദീഷേട്ടൻ. നമ്മൾ ഷൂട്ട് പരമാവധി രാത്രി എല്ലാ ദിവസവും നമുക്ക് ഫുൾ നൈറ്റ് ഷൂട്ട്, 3 മാസത്തോളം നൈറ്റ് ഷൂട്ടായിരുന്നു. ആ ഉറങ്ങേണ്ട സമയത്ത് എഴുതെടുത്തിട്ട് പോകേണ്ട നേരത്ത് ഇത് വീണ്ടും എനിക്ക് അതായിരുന്നു പേടി. അപ്പൊ ഞാൻ ജഗദീഷേട്ടൻ്റെ അടുത്താണ്. അതായത് ഞാൻ കാര്യം വെച്ചാൽ എൻ്റെ ഒരു കാര്യം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. ജഗദീഷേട്ടൻ ഓക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജഗദീഷേട്ടൻ്റെ പെർഫോമൻസ് തോന്നിയാണ്. കാരണം ആദ്യത്തെ ഷോട്ട് കഴിഞ്ഞിട്ട് വലിയ എന്താണ് പുതുമ, രണ്ടാമത്തെ അതേപോലെ അല്ലേ, അങ്ങനെയല്ല. എഫേർട്സ് എടുക്കുന്നുണ്ട്. കാരണം ഒന്നാമത് അഭിനയത്തോടൊപ്പം ശാരീരികമായിട്ടുള്ള ഒരുപാട് സ്ട്രെയിൻ ഉള്ള ഒരു വേഷമാണ്. ഇത് ട്രിപ്പിൾ റോൾ ആണല്ലോ. എന്റെ ഏറ്റവും വലിയ അപ്പൊ കുഞ്ഞിക്കേളു, മണിയൻ, അജയൻ. അപ്പൊ ഇതിനകത്ത് ഈ 3 വേഷത്തിലും അജയന് പോലും ഫിസിക്കലായിട്ടുള്ള സംഭവങ്ങളുണ്ട്. സാധാരണ കൊറിയോഗ്രഫി എന്ന് പറയുമ്പം നൃത്തമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് കൊറിയോഗ്രഫി. ഇതിൽ അങ്ങനെയല്ല. ആക്ടിങ്ങിൻ്റെ പേജിൽ ഓരോ കൊറിയോഗ്രഫി, ഇപ്പോൾ ഡബ്ബിങ്ങിന് ടോവിനോ എത്ര സമയം എടുത്തെന്നുള്ളത് ഞാൻ പറയുന്നില്ല, ടോവിയോടെ പറയട്ടെ. അത്രയ്ക്ക് സമയമെടുത്തു. ഒരു ക്യാരക്ടർ ഡബ് ചെയ്തിട്ട് പിന്നീട് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടാണ്. കാരണം വെച്ചാൽ കുഞ്ഞിക്കേളുവിൻ്റെ ഷെയ്ഡ്സ് ഇതിൽ മണിയനിൽ വരാൻ പാടില്ല, മണിയൻ്റെ ഷെയ്ഡ്സ് അജയനിൽ വരാൻ പാടില്ല. അത് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ കാരണം വെച്ചാൽ നമ്മൾ അത് മാച്ച്. അപ്പോൾ അത് ഡബ്ബിങ്ങിൽ. പിന്നെ ഫിസിക്കലായിട്ടുള്ള സ്ട്രെയിൻ ആക്ഷനിൽ എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ കഴിയും. ഞാനിതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഏതുകൊണ്ടൊരു വലിയ എന്താ പറയുക യൂണിവേഴ്സൽ സംഭവം എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഇതിന്റെ എഫേർട്സ് എന്ന് പറയുന്നത് ഇത്രയും എഫേർട്സ് എടുത്ത ഒരു സിനിമ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. ഈ സിനിമയെ പറ്റിയിട്ട് നമ്മള് ബ്രഹ്മാണ്ടം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് ചിലപ്പോൾ ഡിസപ്പോയിൻമെന്റ് വരും. അങ്ങനെയല്ല, നമ്മൾ ചിയോദിക്കാവ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നടക്കുന്നതാണ്. അതിനകത്തുള്ള ബാക്കി ഫിലിം മേക്കിങ്ങിലാണെങ്കിലും ബാക്കി നമ്മളുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ടതായിട്ടുള്ള എല്ലാ എഫേർട്സിലും നമ്മൾ നമ്മളെ മാക്സിമം ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്ര എക്സൈറ്റ്മെന്റ്. നമ്മളത് ഇടുന്നത് അറിഞ്ഞിട്ടായിരിക്കും പ്രേക്ഷകർക്കും ഇത്ര എക്സൈറ്റ്മെന്റ്.
പക്ഷെ ഞാൻ പറയുന്നത് നമുക്കൊരു തവണ പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് ഒന്നും പ്രതീക്ഷിച്ചിട്ട് വരരുത്. കാര്യം എന്ത് പ്രതീക്ഷിച്ചാലും കുഴപ്പമാണ്. അതിൽ നിന്ന് മാറി ഒരു സാധനം വരുമ്പോൾ ചിലപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു ഓപ്പൺ മൈൻഡോടെ വന്നു കഴിഞ്ഞാലാണ്. കാര്യം ഇത് നമ്മൾ വേറൊരു 3D ഒക്കെ ആണല്ലോ, വേറൊരു വലിയതല്ല, ചെറിയ ഒന്നും പ്രതീക്ഷിക്കാതാണ് വരേണ്ടത്. പക്ഷേ ഹരീഷ് ഉത്തമന്റെ ഒരു വരവാണ് ആണല്ലേ, അതിൽ കുറച്ച് കാര്യങ്ങൾ പ്രതീക്ഷിക്കണം. അതെ, ഹരീഷേട്ട എന്താ തോന്നുന്നത്? എന്താ അതാ ഇത് പറഞ്ഞത് തന്നെ. സോ ബേസിക്കലി ഇതിപ്പോൾ ടോയി പറഞ്ഞതുപോലെ ഒരു ചെറിയ വേൾഡ്, യൂണിവേഴ്സ് അല്ല, ഒരു ചെറിയൊരു വേൾഡ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന ഈ ജിതൻ, എനിക്ക് ജിത്തൻ്റെ 2017 കൽക്കി മുതൽ എനിക്കറിയാം. സോ കൽക്കിൻ്റെ സമയത്താണ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചത്. അപ്പം അത് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനത്തെ ഒരു സാധനം വന്നത് അത് ഭയങ്കര ഹാപ്പി. ആൻഡ് ജിത്തൻ ഇസ് എൻ അമേസിങ് ടെക്നീഷ്യൻ. ആൻഡ് ഇതിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ടോവിയുടെ എഫേർട്സ് ആണ്. ദിവസം രാവിലെ എണീറ്റ് നമ്മൾ ഷൂട്ടിന് പോകുമ്പോൾ രാവിലെ 7 o'clock ലൊക്കേഷനിലെന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് പെട്ടെന്ന് എല്ലാം കഴിഞ്ഞ് നമ്മൾ പോകും. പക്ഷേ പുള്ളിക്കാരൻ രാവിലെ എണീറ്റ് കളറിങ് കഴിഞ്ഞ് പിന്നെയാണ് ഷൂട്ടിലേക്ക് പോകുന്നത്. അത്രയും നമുക്ക് ഇന്നൊരു മൂഡില്ല എന്ന് എനിക്ക് എന്റെ ട്രെയിനർ അസ്കർമാരായിരുന്നു എനിക്ക് പറയാം, ഇന്നൊരു മൂഡില്ല എന്ന് പറയാം. പക്ഷെ മുറുക്കള് ഇത്രയും വലിയൊരാള് നമ്മളുടെ ട്രെയിൻ ചെയ്തിട്ട് നമ്മുടെ കൂടെ വന്ന് താമസിച്ചു. സാധാരണ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ഒരു ഐറ്റത്തിന് വേണ്ടി ഒരു ടീച്ചർ വരും. ഇതങ്ങനെയല്ല, കളറി പഠിച്ചു. ഈ സിനിമയ്ക്ക് വേണ്ടി പഠിച്ചതല്ല, അല്ലാതെ തന്നെ പഠിച്ചു. ഇതിനു വേണ്ടി പഠിച്ചു തുടങ്ങിയിട്ട് ഇപ്പൊ കളരി അറിയാം, കളരി അഭ്യാസിയാണ്. അതല്ലേ സ്വല്പം അകലത്തെ ഇരിക്കുന്നത്. അല്ല, അതിന്റെ വഴക്കമുണ്ടല്ലോ. ആൾക്കാരത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വഴി കൂടെ ഒരു തൊഴിയൊക്കെ പക്ഷെ അതിന്റെ വഴക്കം നമുക്കിതില് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ടോവി തന്നെ എപ്പോഴും പറയായിരുന്നല്ലോ, നമ്മളെ സംബന്ധിച്ച് ഒരു സൂപ്പർ ഹീറോ ആണ് ടോവി. അതുകൊണ്ട് ടോവിക്ക് എന്തും ചെയ്യാന്നാണ് പ്രേക്ഷകരുടെ ഒരു വിശ്വാസം. പക്ഷെ ടോവി അതിനുവേണ്ടി എടുക്കുന്ന എഫേർട്ട് എന്നുള്ളത് അതാ പറയാ, അത് ടോവിക്ക് മാത്രമേ അറിയണ്ടായിരിക്കുള്ളൂ. അപ്പൊ അതിലൂടെ കടന്നു വന്ന പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഇത് ജിതിൻ എൻ്റെ അടുത്ത് ക്യാരക്ടർ പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ നോർത്തേൺ കേരളയിലെ കളരി എന്ന് പറയുന്നത് ജപ്പാനിൽ കരാട്ട എങ്ങനെയാണോ, ചൈനയിൽ കുങ്ഫു എങ്ങനെയാണോ, അതുപോലത്തെ നമുക്കൊരു കൾച്ചറൽ സിഗ്നിഫിക്കൻസും കൂടെ ഉണ്ട്. അത് പ്രത്യേകിച്ച് നോർത്തേൺ കേരളയിൽ ഇത് ബ്രിട്ടീഷുകാരുടെ മുമ്പ് ഇവിടെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു മാർഷൽ ആർട്ട്. ഇവർക്ക് ബ്രിട്ടീഷുകാർ വരികയും ഇവിടുത്തെ മാർഷൽ ആർട്സ് വിരോധിക്കുകയും ചെയ്തപ്പോഴാണ് മറ്റു ഫോംസിലേക്ക് മാറ്റി. ഇപ്പോൾ കോൽക്കളിയും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആ മാർഷൽ ആർട്സിനെ ഇവർ വേറൊരു ഡാൻസ് ഫോമും ആർട്ട് ഫോമും ആക്കിയിട്ട് ഹൈഡ് ചെയ്തിട്ട് പ്രൊട്ടക്ട് ചെയ്ത കാര്യങ്ങളാണ് ഈ കളരിയും ഇതൊക്കെ. മദർ ഓഫ് ഓൾ മാർഷൽ ആർട്സ് എന്ന് പറയുന്നതും കളരിപ്പയറ്റ് തന്നെയാണ്. ഞാനിത് ചെയ്യുകയാണെങ്കിൽ അത് പഠിച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനോട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് 3 ക്യാരക്ടർ ഒരു സിനിമയിൽ ചെയ്യാന്നൊക്കെ പറയുന്നത് ഞാൻ ജീവിതത്തിൽ സങ്കല്പിച്ചിട്ടുള്ള, ഞാൻ അങ്ങനെയല്ല, ഞാനങ്ങനെ ഞാൻ ചെയ്തോളാം എന്ന് ഈസിലി പറയുന്ന ഒരാളുമല്ല. എനിക്കത് നല്ല ടെൻഷനും പേടിയും ഒക്കെ ഉണ്ട് കാര്യത്തിൽ. കാര്യം കമൽ ഹാസനെ പോലുള്ള ഗ്രേറ്റ് ആക്ടേഴ്സ്, മമ്മൂക്കനെ പോലുള്ള ആൾക്കാർ ഗ്രേറ്റ് ആക്ടേഴ്സ്, ഇവരൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ 3 ക്യാരക്ടർ, അതുപോലെ ലാലേട്ടൻ്റെ ഒരു പടമുണ്ട്, അതിനകത്ത് ഈ 3 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. 3 ആളായിട്ടിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമാണ് ഞാനിങ്ങനെ മനസ്സിൽ ആലോചിച്ചത്. അപ്പോൾ അത് ഞാനത് ചെയ്യുമ്പോൾ അങ്ങനെ ഓടിപ്പോയി ചെയ്യുകയല്ല, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത് പ്രിപ്പയർ ചെയ്തപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് പോലെ വെച്ച് ഞാൻ സീനുകൾ ചെയ്ത് നോക്കി. ആദിശക്തിയിലെ വിനയ് സാറാണ് നമ്മളെ അതിനകത്ത് ഹെൽപ്പ് ചെയ്തത്. പിന്നെ കളറിപ്പായിട്ട് ഞാൻ അതിന് മുമ്പത്തെ സിനിമയുടെ ഷൂട്ടിൻ്റെ സമയം മുതലേ ഞാൻ കളറിപ്പായിട്ട് പഠിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ കളറിപ്പായിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ എടുത്താലാണ് അതിൽ നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. അതിന് മുമ്പ് നമുക്ക് കൈയും കാലും ഒക്കെ വഴക്കം വരുത്തുക. നമുക്ക് സിനിമയിൽ ഒരു 25% കാണിച്ചാൽ നമുക്ക് 100% ആക്കി സിനിമയിൽ കാണിക്കാം. പക്ഷെ ആ ഒരു 25% വേണം. 0 കൊണ്ട് വന്നാൽ നമ്മൾ 0 ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. അത് കാരണം കൊണ്ട് അത് ഈ 3 ക്യാരക്ടേഴ്സും നോർത്തേൺ കേരളയിലെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് അവർക്ക് കളരി അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അവർ 3 പേരും കളരി ഉപയോഗിക്കുന്നത് 3 ഡിഫറെന്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ മെയ് വഴക്കവും അവരുടെ സ്കിൽസും ഒക്കെ ഉപയോഗിക്കുന്നത്. ഒരാളൊരു സോഷ്യൽ റിഫോമർ കം വാരിയർ പോലത്തെ ഒരാളും, ഒരാളൊരു കള്ളൻ റിബൽ, ഒരാൾ ഒരു ട്യൂഷൻ മാഷ്. പക്ഷെ അവർ കളരി അങ്കത്തല്ലിനൊക്കെ ഇറങ്ങും, അങ്ങനത്തെ. അപ്പൊ ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ പരമാവധി പ്രിപ്പയർ ചെയ്ത് ചെയ്യുക. ഇപ്പൊ 10 കൊല്ലം പഠിച്ചിട്ട് വന്നിട്ട് നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റില്ല, പ്രാക്ടിക്കൽ അല്ല. പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ മാക്സിമം പഠിച്ചിട്ട് ചെയ്യുക, അതിനോട് നീതി പുലർത്താൻ ശ്രമിക്കുക എന്നുള്ളത് ആയിരുന്നു ആഗ്രഹം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പൃഥ്വിരാജിന്റെ അടുത്ത് ചോദിച്ചു, പൃഥ്വിരാജ് യങ്സ്റ്റേഴ്സിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന്. പൃഥ്വിരാജ് പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പാണ്
എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാൾ ടോവിയാണ്. അപ്പോൾ അത് പൃഥ്വിരാജിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു അനാലിസിസ് വളരെ ഇല്ലേ, ആ പ്രഡിക്ഷൻ വളരെ സ്റ്റാർ മെറ്റീരിയൽ എന്നാണ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അതാണ് പറഞ്ഞത്. ആ സ്റ്റാർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സ്റ്റാർ ആവണമെങ്കിൽ ആക്ടിങ് കപ്പാസിറ്റിയോടെ വേണം. എല്ലാവരും വിചാരിക്കും സ്റ്റാർഡം എന്ന് പറയുന്നത് ആക്ടിങ് ഇല്ലാതെ കിട്ടും. ഏത് സൂപ്പർ സ്റ്റാർസും അവരുടെ ആക്ടിങ് പൊട്ടൻഷ്യൽ കൊണ്ടാണ് സ്റ്റാർഡത്തിലേക്ക് എത്തുന്നത്. ആ സ്റ്റാർഡത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്നുള്ളത്. ഇവിടെ ടോവി അങ്ങനെ പൃഥ്വിരാജ് പറയാനുള്ള കാരണം എനിക്ക് മനസ്സിലായി. പൃഥ്വിരാജിൻ്റെ ഒരു അപ്രോച്ച് ഉണ്ട്. ഒരു പടത്തിൽ ഒരു ഹീറോ ആയിട്ട് അഭിനയിക്കുമ്പോൾ അയാൾക്ക് അതിൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് അറിയാമായിരിക്കും, അതിൻ്റെ എഡിറ്റിംഗ്, ഇതിലെല്ലാം ഇന്റർഫിയർ ചെയ്യുന്നല്ല ഞാൻ പറയുന്നത്, ഇതിനെക്കുറിച്ച് എല്ലാം ധാരണ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ പടത്തിലെ പാട്ടിനെ കുറിച്ച് എല്ലാ ലിറിക്സും ടോവിക്ക് അറിയാം. ഇങ്ങനെ അല്ല, അതൊക്കെ ഒരു ആക്ടർക്ക് വേണ്ട ഒരു കമ്മിറ്റ്മെന്റ് അല്ലേ. ഇപ്പൊ പാട്ടിനെ കുറിച്ച് അറിയാം, ഇതിന്റെ ഓരോ സ്റ്റേജും അറിയാം. പിന്നെ ആ ജിതിൻ ലാൽ എന്ന സംവിധായകനുമായിട്ടുള്ള അവരുടെ റാപ്പോർട്ട്, കാരണം അവര് എന്നും ഡിസ്കസ് ചെയ്യുന്നത് ഇതിനെ കുറിച്ചാണ്, ഫോണിൽ ഡിസ്കസ് ചെയ്യുന്ന രണ്ടുപേരും ബേസിക്കലി എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ ആ എഞ്ചിനീയേഴ്സിന്റെ വിഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇതിന് വേറെ തലങ്ങളിലേക്കൊക്കെ, അത് ഞാനിപ്പോൾ പറയുന്നില്ല, വേറെ തലം എന്ന് പറയുന്നതിനാൽ ഇതിനകത്ത് സ്റ്റോറിയിൽ വേറെ തലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പ്രേക്ഷകർ വായിച്ചെടുക്കേണ്ടതാണ്, നമ്മൾ പറയേണ്ടതില്ല. പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്തോ തലം എന്ന് ചോദിക്കാൻ പാടില്ല. വേറെ തലങ്ങളൊക്കെ മെയിൻ ചെയ്യുന്നുണ്ട്. കാരണം കേരളത്തിന്റെ മഹത്തായ ഒരു പാരമ്പര്യം, നമ്മുടേതായിട്ടുള്ള വടക്കൻ ആ പ്രദേശത്തുള്ള ഈ ആയോധന കലയുടെ ആ പ്രത്യേകത, അന്നത്തെ അടിച്ചമർത്തപ്പെട്ടവന്റെ കഥ ഇതിനകത്തുണ്ട്, അവന്റെ സ്വപ്നങ്ങളുണ്ട്. അത് ഒരു വിളക്ക്, ജ്യോതി വിളക്കെന്ന് പറയുന്നത് ഒരു റിയൽ സംഭവമാണ്. അതേ അവസരത്തിൽ അതൊരു ബിംബമായിട്ട് നമുക്ക് കണക്കാക്കാം. അത് ബിംബം എന്നതിനപ്പുറം സയന്റിഫിക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല, സിനിമ കണ്ടിട്ട് തീരുമാനിക്കാം. അപ്പൊ സയൻസ്, ഫിക്ഷൻ, ഫാന്റസി എല്ലാം കൂടെ ചേർത്ത് പ്രേക്ഷകർ ഹാപ്പി ആക്കുന്ന എന്നാ പ്രസന്റ് ഡേ ഉണ്ട്. അതാണ് അജയൻ എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടമല്ല, ഒരു അതെ 90s അജയനുണ്ട്. ഇപ്പം നിങ്ങളുണ്ടെങ്കിൽ കാണുമ്പോഴേ എനിക്ക് മാത്തനെയും പോലീസുകാരനെയാണ് പെട്ടെന്ന് ഓർമ്മ വരിക. അതിനുശേഷം എനിക്ക് തോന്നുന്നു പിന്നെ രണ്ടാമത്തെ സിനിമ ഇതാണ്. കൽക്കിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇമ്മീഡിയറ്റ്ലി ചെയ്തത്. പിന്നെ ഇതാണോ? ഇത് കുറെ നാൾ ഷൂട്ട് ആയിട്ടുണ്ടായിരിക്കും, കുറെ പടം ഞങ്ങൾ അല്ലെങ്കിലും ടച്ചിലുള്ള ആൾക്കാരാണ്. ഈ എങ്ങനെ ഇപ്പൊ മണിയന്റെ കൂടെയാണോ അജയന്റെ കൂടെയാണോ എങ്ങനെയാ വരുന്നത്? എന്റെ പോർഷൻ അജയന്റെ കൂടെയാണ്. സോ അതാണ് കറന്റ് അപ്പം സോ എനിക്ക് മോസ്റ്റ്ലി അജയന്റെ കൂടെയാണ്. എൻ്റെ കോമ്പിനേഷൻ മൊത്തം അജയന്റെ കൂടെയാണ്. അതല്ലാതെ എനിക്ക് സിനിമയിൽ തന്നെ മോസ്റ്റ്ലി അജയന്റെ കൂടെ തന്നെയാണ്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള എന്താ പറയാ, ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു കാര്യം തന്നെയാണ് ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം. ഒരു രണ്ട് ട്രാക്ക് എന്ന് പറയാം. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും പോകുന്ന ഒരു കാര്യത്തിനാണ് എന്ന് പറയുന്ന ഒരു സാധനം. സോ ഇതില് ഈ കഥ പറയാണ്ട് നമ്മൾ എക്സൈറ്റ്മെന്റ് പുറത്ത് കാണിക്കാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. അപ്പം അതെ. അപ്പം അജയന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇതിപ്പം കൽക്കി എന്ന് പറയുമ്പോൾ ആ സിനിമയില് ഞങ്ങൾ രണ്ടുപേരും ക്യാരക്ടർ വേറെയായിരുന്നു. പക്ഷെ ഇതില് എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിലും ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എനിക്ക് ഭയങ്കര സന്തോഷം, ഐ വാസ് വെരി സാറ്റിസ്ഫൈഡ്. അപ്പം അത് ചെയ്തപ്പോൾ പിന്നെ ഈ സിനിമയിലെ ഏറ്റവും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിട്ടിയേക്കുന്നത് പടം കണ്ടു. ടോവി കണ്ട സമയം മുതൽ ഇത് പറയുന്നുണ്ട്, ചേട്ടാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തിയേറ്ററിൽ കണ്ടിട്ട് ഇങ്ങനെ. ഇപ്പൊ ഇതിൽ പറഞ്ഞൊരു കള്ളന്റെ റിഡംഷൻ പറയുന്നു, അതുപോലെ മണ്ണിന്റെ മണം അറിയണം ഒരു കള്ളനാവണമെങ്കിൽ. പിന്നെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, അച്ചാച്ചൻ നാടറിഞ്ഞ കള്ളൻ, നാടിന്റെ മനസ്സറിഞ്ഞ, നാടിനെ കടന്ന കള്ളനായിരുന്നു. അപ്പൊ കള്ളൻ നന്മയുള്ള കള്ളനായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതേസമയം പക്ഷെ അങ്ങനെ റോബിൻഹുഡ് അല്ല, റോബിൻഹുഡേ അല്ല. പുള്ളിയുടെ ആക്ടുകൾ, ഈ മോഷണവും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചാൽ പുള്ളിയുടെ ഒരു റിബൽ സ്വഭാവത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അല്ലാതെ ഇവിടെ നിന്ന് കട്ടിട്ട് പാവങ്ങൾക്ക് കൊടുക്കാന്നുള്ള അല്ല പുള്ളിയുടെ ഐഡിയോളജി. ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടണം. ഇവിടുത്തെ മേ ബി ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോസിനെതിരെ ആയിരിക്കാം പുള്ളിയുടെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നിട്ടുള്ളത്. നമ്മൾ മോഷണം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സാധനം നിങ്ങൾ എടുക്കുന്നു, അതാണ് മോഷണം. അതെങ്ങനെയാണ് എൻ്റെ ആവുന്നത്? നമ്മളിപ്പോൾ കാട്ടിലൂടെ നടന്നു പോകുന്നു, അവിടെ ഞാൻ ഒരു അടക്കി പറക്കുന്നു, നെക്സ്റ്റ് മൊമെന്റ് എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുമ്പോൾ എന്റെ സാധനം തട്ടിപ്പറിച്ചെന്ന് ഞാൻ പറയും. പക്ഷെ അത് എന്റെയും അല്ല, അതവിടെ കിടന്നാ. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ കുറച്ച് മോഷണത്തിലും ചില തിരിച്ചറിവുകൾ പിന്നെ വരുന്നുണ്ട്. അതാണ് മോഷ്ടാവെന്നുള്ള ഒരു സോഷ്യൽ ആസ്പെക്ട് പിന്നെ ഈ മോഷ്ടാവിൽ തന്നെ വരും. അതെ.
ഓക്കെ ഓക്കെ. അതുണ്ട്. ഇപ്പൊ ഈ ചോദ്യവിളക്ക് കട്ട കള്ളന്റെ കഥയാണോ കേൾക്കേണ്ടതെന്ന മുത്തശ്ശി പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു മുത്തശ്ശി കഥയുടെ അതിൻ്റെതായ എല്ലാ ത്രില്ലുകളും ഒരു മിസ്റ്ററി ഒക്കെ. ആ മുത്തശ്ശി പറയുന്ന കഥ 3D ആണെങ്കിലോ? അതെ, അതെങ്ങനെ അതാണിത്. അതെ, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പ്രതീക്ഷകൾ ഭയങ്കര വലുതാണെന്ന്. പിന്നെ ജഗദീഷ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാ ഹിറ്റ് സിനിമകളുടെയും ഭാഗം കൂടിയാണ് അല്ലേ? നിങ്ങൾ തമ്മിലുള്ള അസോസിയേഷനും ആദ്യമായിട്ടാണോ? അല്ല, ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് എൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും തിളച്ച യൗവനമായിട്ട് നിൽക്കുന്ന ഒരു ഹീറോയുടെ കൂടെയാണ് ഞാൻ മൂവ് ചെയ്യേണ്ടത്. അദ്ദേഹം സഞ്ചരിക്കുന്ന അതേ സ്പീഡിൽ ഞാൻ സഞ്ചരിക്കുന്നു. ഞങ്ങളൊരു കോട്ട കയറണം. ഡയറക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ കയറാൻ പറ്റുമോ, ടോവിയുടെ കൂടെ കയറാൻ പറ്റുമോ? പറഞ്ഞൊന്ന് ട്രൈ ചെയ്യാം. ഞങ്ങൾ സിംഗിൾ ഷോട്ടാണ് വെച്ചിരിക്കുന്നത്, ചേട്ടൻ പറ്റില്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഭാഗ്യവശാൽ ഈശ്വരാനുഗ്രഹത്തെ എന്തായിരുന്നാലും ആ കോട്ട ടൊവിയുടെ ബാക്കിൽ നിന്ന് തന്നെ ഞാനും കയറി. എനിക്ക് സന്തോഷം തോന്നി. കാരണം വെച്ചാൽ ടൊവി അത്രത്തോളം ഫിസിക്കലായിട്ട് എന്നും എക്സസൈസ് ചെയ്ത് എന്നും കളരി അഭ്യാസം കഴിഞ്ഞിട്ട് വരുന്ന ഒരാളാണ്. അങ്ങ് സ്മാർട്ടായിട്ട് കയറി പോകുമ്പോൾ ഞാൻ അതേപോലെ കയറി പോവാന്ന് പറഞ്ഞാൽ എൻ്റെ ഏജ്. എനിക്ക് ജഗദീഷന്റെ പ്രായത്തിൽ ജഗദീഷന്റെ ഒരു 75% ആരോഗ്യം മതി. ആരോഗ്യം പോട്ടെ, അത്ര 20 മതി എന്നല്ലേ? അല്ല, അതുകൊണ്ട് രസമായിരുന്നു. നമുക്ക് അതിൻ്റെ ഈ ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. നമുക്ക് ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ അഭിനയിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര രസമാണ്. ഇപ്പം ഞാനും ടോവിയും കൂടെ അങ്ങ് അഭിനയിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലായിട്ട് കോംപ്ലിമെന്റ് ചെയ്ത് ഒരിക്കലും എൻ്റെ അടുത്ത് ചേട്ടാ കലക്കി ഒരു ഷോർട്ട് ലെവലും പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്യുമ്പോൾ അറിയാലോ. എന്നാൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ചേട്ടാ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന്. നമുക്ക് അത് പറയുന്നത് ഭയങ്കര ഡ്രമാറ്റിക് ആണ്. അത് പറയണം, പക്ഷെ പറയാനൊരു അത് പറയാണ്ട് തന്നെ അറിയാലോ. അതെ അതെ. പിന്നെ ഇതിന്റെ ക്രൂ എന്ന് പറയുന്നത് ഗംഭീരാണ്. ഇപ്പം ഡയറക്ടറും റൈറ്ററും ആദ്യത്തെ ആൾക്കാരാണെങ്കിൽ പോലും ഫസ്റ്റ് ടൈം റൈറ്ററിലെ ഫസ്റ്റ് ടൈം ഡയറക്ടർക്ക് ഇത്രയും വലിയ സിനിമ മൗണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ കണ്ടന്റിലെ ബലം എന്താണെന്ന്. അത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ജിതിന് പരിചയമുള്ള ആൾക്കാർ, ഇഷ്ടമുള്ള ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവന് കുറേ സമയം എടുത്തിരുന്നു നമ്മൾ ഷൂട്ടിങ് തുടങ്ങുന്നത്. ആദ്യം നമ്മൾ സിനിമ ആലോചിച്ച് തുടങ്ങിയതിന് ശേഷം അത് ചെയ്യാനായിട്ട് നമ്മൾ 2017 നമ്മൾ ചെയ്യാൻ തീരുമാനിച്ച സിനിമ 2020 അനൗൺസ് ചെയ്ത സിനിമ 2022 തുടങ്ങിയത്. 22 ഒക്ടോബറിലാണ് തുടങ്ങിയത്. ആ സമയം വരെയും ഞാൻ ഇവരുടെ അടുത്ത് പറയും, എടാ വേറെ ഏതെങ്കിലും പടം നീ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടോ, അല്ലാണ്ട് നമ്മളിതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എനിക്ക് നീ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ ആ സമയം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സൗഹൃദങ്ങൾ, കണക്ഷൻസ് ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ ഈ സിനിമയിലെ സിനിമാറ്റോഗ്രാഫറും എഡിറ്ററും 2 അസോസിയേറ്റ് ഡയറക്ടേഴ്സും ഒരു ചീഫ് അസോസിയേറ്റും ഞാനും ജിതിനും ഒക്കെ എന്ന് നിന്റെ മൊയ്തി എന്നുള്ള സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അതിനകത്ത് ഉണ്ടായിരുന്ന ആക്ടേഴ്സ് ആയിരുന്നു സുധീഷ് ചേട്ടനും സുരഭി, പിന്നെ അനീഷ് ഗോപാൽ തുടങ്ങിയ ആൾക്കാരൊക്കെ. അപ്പോൾ അന്ന് ഞാൻ സഹനടനായിട്ടുള്ള സമയത്ത് ഇവൻ സഹസംവിധായകനാണ്. അവിടെ സ്പോട്ട് എഡിറ്ററാണ് ഷമീർ, ഈ പടത്തിന്റെ എഡിറ്റർ. ജോമോൻ ചേട്ടൻ അവിടുത്തെ സിനിമാറ്റോഗ്രാഫറാണ്. അതിൽ അസിസ്റ്റൻസ് ആയിരുന്ന ശരത്തും ശ്രീത്തും അവർ ഇതിൽ അസോസിയേറ്റ്സ് ആണ്. അതിൽ ചീഫ് അസോസിയേറ്റ് ആയിരുന്ന ശ്രീലാലേട്ടൻ ഇതിലും ചീഫ് അസോസിയേറ്റ് ആണ്. പിന്നെ ഇതിന് ശേഷം ചെയ്ത ഗോദയിലെ ചീഫ് അസോസിയേറ്റ് ഇതിനകത്ത് ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടർ ആയിട്ട് ദിബിൾ ദേവ് ഉണ്ട്. പിന്നെ കൽക്കി ചെയ്ത സമയത്ത് ജിതിൻ അതിൽ അസോസിയേറ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഹരീഷ് ചേട്ടനായിട്ട് പരിചയം. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ നമ്മൾ ഹരീഷ് ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ വളരെ പതുക്കെ സമയമെടുത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ ഒരു സിനിമയുടെ ക്രൂവിനെ ഇങ്ങനെ വലുതാക്കി വരുമായിരുന്നു. അത് കാരണം കൊണ്ട് ഞങ്ങളെല്ലാവരും തമ്മിൽ ഭയങ്കര അടുപ്പമായിരുന്നു. ഈ സിനിമയുടെ ക്രൂ മൊത്തം ഒരേ രീതിയിൽ എന്താ പറയാ എണ്ണയുടെ യന്ത്രം പോലെ പ്രവർത്തിക്കണം, എന്നാലും ഇങ്ങനത്തെ സിനിമകൾ നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര രസമായിരുന്നു. ഇതിന്റെ ലാപ്ടോപ്പില് ഇതിന്റെ സീൻസ് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടോവിയായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രീ വിഷ്വലൈസേഷൻ ചെയ്തിട്ടുണ്ട്, കുറേ ചെയ്തിട്ടുണ്ടല്ലേ. 40 minutes പ്രീ വിഷ്വലൈസേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണുമ്പോഴും എന്താ ചെയ്യാൻ പോകുന്നത് നമ്മളൊന്നും നമുക്ക് നല്ല ധാരണ ഉണ്ടാവും. അതും വെറുതെ അല്ല, അതും തന്നെ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെ, അത് അപ്പൊ പ്രീ വിഷ്വലൈസേഷൻ ചെയ്യുന്ന എങ്ങനെയാ ചെയ്യുന്നത്? അത് നമ്മള് ഈ ആനിമേറ്റഡ് ടോവി പറഞ്ഞതുപോലെ ഇതിപ്പം ഈ ഇങ്ങനെ എല്ലാവരും ഭയങ്കര ഒരു ക്ലോസ്ഡ് സർക്കിളിലുള്ള ആൾക്കാരാണ് ഈ ടീം മൊത്തം. ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, ആക്ടേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും. അപ്പം ഇങ്ങനത്തെ ഒരു സ്പേസിൽ വർക്ക് ചെയ്യുമ്പം, അതായത് ഞങ്ങളെ ചീമേനി എന്ന് പറയുന്ന സ്ഥലത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഫിസിക്കലി ഡിമാൻഡിങ്, അല്ലെങ്കിൽ അവിടുത്തെ വെതർ എല്ലാം ഭയങ്കര ചാലഞ്ചിങ് ആണ്. അപ്പം ഇങ്ങനെ ഒരു എല്ലാം ക്ലോസ് നെറ്റിലുള്ള ആൾക്കാരാകുമ്പോൾ ഭയങ്കര എളുപ്പമാണ് അത്. സോ അത് ജിത്തിൻ്റെ ആ ഒരു എനർജി എപ്പോഴും
കൊണ്ട് നടക്കും. പിന്നെ ടൊവിയും അതിങ്ങനെ ഭയങ്കരമായിട്ട് അത് സ്പ്രെഡ് ചെയ്തു. അത് ഷൂട്ട് തുടങ്ങേണ്ട 2-ാം ദിവസം നമ്മൾ 17 മണിക്കൂറാണ് ഷൂട്ട് ചെയ്തത്. 2-ാം ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ദിവസം രാവിലെ തുടങ്ങിയിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് പാക്കപ്പ് ചെയ്തത്. ഓക്കെ. അപ്പൊ അല്ല വൈകിട്ട് തുടങ്ങിയിട്ട് ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയിട്ട് പിറ്റേ ദിവസം മേക്കപ്പിന് തന്നെ കുറച്ച് സമയങ്ങൾ വേണം ഞങ്ങളുടെ. ഇത് കഴിഞ്ഞിട്ട് രാവിലെ അവിടെ ഒരു അമ്പലത്തിലെ ഷൂട്ട് ചെയ്യണം. അമ്പലത്തിൽ നട തുറന്ന് അവിടെ പൂജയുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് പാക്കപ്പ് ചെയ്ത് പോയേ പറ്റൂ. പക്ഷെ വിചാരിച്ച സാധനം മുഴുവൻ എടുത്തു തീർത്തിട്ടേ അവിടെ നിന്ന് പോകുള്ളൂ. അപ്പൊ ഇപ്പുറത്ത് പൂജ നടക്കുന്ന സമയത്ത് അപ്പുറത്തെ ആക്ഷൻ പതുക്കെയൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ ഇവിടെ ഇപ്പുറത്ത് പൂജ നടക്കുമ്പോൾ ബാക്കിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. എന്നിട്ട് ഇവൻ ഉണ്ടല്ലോ ഞങ്ങളുടെ മുമ്പിൽ കൂടെ എനിക്ക് അകലെ ഔട്ട് ഓഫ് ഫോക്കസിൽ കൂടെ പോണത് കാണാനുള്ളൂ. ഇവൻ നമ്മുടെ മുമ്പിൽ വരുന്നില്ല. മുമ്പിൽ വന്ന് നമ്മൾ കാര്യങ്ങൾ അങ്ങനെ ഞങ്ങള് സഹകരിക്കുന്നു വെച്ചാൽ നീ ഇങ്ങനെ പണിയെടുക്കാണോ. പക്ഷെ ഇവൻ പിടി തരില്ല. ഇവൻ അവിടെ ഇവിടെ ഒക്കെ നിൽക്കണം നമുക്ക് കാണാം. അപ്പൊ അങ്ങോട്ട് വരുമ്പോ പറയാമെന്ന് വെച്ചാൽ നമ്മള് വെയിറ്റ് ചെയ്യുമല്ലോ. ഒരു പാക്കപ്പിന്റെ സമയമാകുമ്പോഴാണ് ബ്രോ നാളെ ഇപ്പൊ എത്ര മണിക്ക് വരും. നിങ്ങളെല്ലാരും സഹകരിക്കായിരുന്നു അല്ലേ 17 മണിക്ക്? സഹകരിച്ചു പോകും. ഇതിന്റെ രീതി അതല്ലേ. ഇതിന് നാളെ രാവിലെ എത്തണേ രാവിലെ എത്താൻ പറ്റുമോ ഏട്ടാ? ഇതാണ് വളരെ സോഫ്റ്റ് ആയിട്ട് സ്വീറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ നമ്മള് ജിതിൻ ഇതിപ്പോ നമ്മളൊരു ഡയറക്ടർ എങ്ങനെയാണ് കാര്യങ്ങൾ കൺസീവ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ റൈറ്ററുമായിട്ട് നല്ല റാപ്പോർട്ടാണ്. സുജിത്തുമായിട്ട് അവരെത്രയോ നാൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് അവർ ഈ സിനിമ മാത്രമല്ല ഡിസ്കസ് ചെയ്യുന്നത്, ഈ സിനിമയുമായി ബന്ധപ്പെട്ട കഥയുടെ പശ്ചാത്തലം എല്ലാം അവർക്കറിയാം. അവർക്ക് കണ്ണൂരിന്റെയോ അല്ലെങ്കിൽ വടക്കൻ മലബാറിന്റെ ആ പശ്ചാത്തലം, അന്നത്തെ ആ കാര്യങ്ങൾ, അന്നത്തെ ഭരണത്തിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള അന്നത്തെ എല്ലാ വർഗത്തിലുള്ള ആൾക്കാരും, മധ്യവർഗത്തിലുള്ളതും ഉപരിവർഗത്തിലുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ താഴെ തട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെയും ഒക്കെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അവസ്ഥ അതിനെക്കുറിച്ചൊക്കെ ഒരു സ്റ്റഡി നടത്തിയിട്ടാണ്. റിസർച്ച് മെറ്റീരിയൽ ഇതിനകത്തുണ്ട്. അത് നമുക്ക് നല്ല ഒരു സംഭവമായിട്ട്. പിന്നെ റിസ്കി ഷോട്ട്സ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട്. എല്ലാം ഞാൻ പറയുന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം വെച്ചിരുന്നാൽ ഞാൻ മുകളിൽ വളരെ സേഫ് സോണിലാണ് നിൽക്കുന്നത്. താഴെ അനുനിമിഷം വെള്ളം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന സംഭവം. അത് കുറേ നേരം സസ്റ്റെയിൻ ചെയ്ത് അതിനകത്ത്. അപ്പൊ മുകളിൽ നിന്ന് ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് കംഫർട്ടബിൾ ആണ്, ഓക്കെ 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 എന്നാണ്. അത് നമ്മൾ ഒരു 8 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 2 മണി വരെ പോയി. അത് വെള്ളത്തിന്റെ അടിയിലുള്ള ഷോട്ട്. ഇതൊക്കെ റിസ്ക് ആണ്. കാരണം വെച്ചാൽ റിസ്ക് ആണെന്ന് വെച്ചാൽ നമുക്ക് ആ സേഫ്റ്റി നോക്കുന്നുണ്ട് ഓഫ്കോഴ്സ്. എന്നാൽ പോലും ഇതിനൊരു പ്രത്യേക ഒരു മെന്റൽ മേക്കപ്പ് ഉണ്ടെങ്കിലേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ മോളിൽ നിന്ന് ഞാൻ കാണുകയാണ്. കാരണം എന്റെ സെഷനിലൊക്കെ ഷോട്ട്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഒന്ന് പാളിപ്പോയാൽ എന്ത് സംഭവിക്കാവുന്ന രീതിയിൽ അതൊക്കെ ഈശ്വരാനുഗ്രഹം എല്ലാം ടു ആൻ എക്സ്റ്റെന്റ് എനിക്ക് തോന്നുന്നു. ഈ സിനിമയിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ സീൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഓക്കെ ഇത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സാധനം ഉണ്ടാവും. അപ്പം ടോവി ഓക്കെ ഹി വിൽ ബി റെഡി ടു ഡു ഇറ്റ്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ ചെയ്യാൻ പറ്റും, പുള്ളിക്കാരൻ ചെയ്യുന്ന പറയുന്ന ഒരു സാധനമുണ്ട്. അത് അല്ല ഒരുപാട് ശാരീരികാധ്വാനം വേണ്ട ഒരു സിനിമ വേണമെങ്കിൽ ഓക്കെ ടോവി റെഡി ആവും എന്നുള്ളൊരു ധാരണ ഇപ്പൊ പൊതുവെ പറയുന്നത്. ഇത് സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. വെറുതെ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള കാര്യമില്ല. പക്ഷെ രണ്ടും ഉണ്ടല്ലോ, ഇപ്പൊ കൊമേഴ്ഷ്യൽ ആയിട്ടും ഉണ്ട്, ആർട്ട് സിനിമകളും അതുപോലെ ചെയ്യുന്നുണ്ട്. ഇതിൽ നിരാശപ്പെടണ്ട, നല്ലൊരു കഥയാണ്. പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കഥയാണ്. കഥാപരമായിട്ട് അത് നമുക്ക് ആൾക്കാർ ഇതിനകത്ത് ഇപ്പൊ എന്താ കഥ എന്തായാലും ചോദിക്കില്ല. കുറെ ഉണ്ട്, 3 ജനറേഷന്റെ കഥയുണ്ട്. രാജമൗലി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ഫൈറ്റിനായിക്കോട്ടെ ഏത് സീനായിക്കോട്ടെ വർക്ക് ചെയ്യിക്കുന്നത് ഇമോഷൻസ് ആണ്. ഇമോഷൻസ് ഉണ്ടെങ്കിൽ ലവ് വർക്കാവും, ആക്ഷൻ വർക്കാവും, ക്ലൈമാക്സ് വർക്കാവും. അത് രാജമൗലിയുടെ ആശയം അതേപടി അനുകരിച്ചെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇതിനകത്ത് ആ ഇമോഷൻസ് എന്നുള്ള ആ കണ്ടന്റ് എല്ലാ സമയത്തും എൻ്റെ ക്യാരക്ടറിലുണ്ട്. ഇപ്പൊ ഹരീഷിന്റെ ക്യാരക്ടറിലുണ്ട്, ഇമോഷൻസ് ഉണ്ട്. ഹരീഷിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിന്റെ ഇമോഷൻസ് ഉണ്ട്. അത് ഹരീഷിന്റെ ഒരു ലക്ഷ്യമുണ്ട്. പിന്നെ ട്രിപ്പിൾ റോളിൽ വരുമ്പോൾ ഭയങ്കര ഇമോഷൻസ് അല്ലേ. ഈ ട്രിപ്പിൾ റോൾ എന്ന് പറയുമ്പോൾ ഓരോന്ന് തീർത്തിട്ട് അതിൽ അടുത്തേക്ക് പോകണം, അതോ മിക്സ് ചെയ്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓരോ പോർഷനായിട്ട് തീർത്ത്. ഓക്കെ. അതിൽ ഏറ്റവും കൂടുതൽ അധ്വാനം വന്നത് ഈ കേളുവിന്റെ കഥാപാത്രമാണോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശാരീരിക അധ്വാനം മണിയനാണ്? ജോയി പറയട്ടെ എന്ന് വിചാരിച്ചു. മണിയനാണ് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ഉള്ള സംഭവങ്ങൾ. കാരണം ഒരുപാട് ഫിസിക്കലായിട്ടുള്ള ഇന്നത്തെ ലെവലിലുള്ള കാര്യങ്ങളല്ലല്ലോ. അതിനകത്ത് ഒരു ഫൈറ്റ് സീക്വൻസോ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ആ കാലം കൂടെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ.
ഇന്നത്തെ ഒരു ഫൈറ്റ് പോലെ അല്ലല്ലോ. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആ കളരി, അന്നത്തെ മുറ, ഒരു കളരി ആശാൻ കണ്ടാൽ കൊള്ളാം എന്ന് പറയിക്കണം. അത് എഫേർട്സ് എടുത്തിട്ടുണ്ട് നമ്മൾ. ഈ ഇപ്പം ഷമീർ മുഹമ്മദിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എല്ലാവരും പറയും ഫൈറ്റ് എഡിറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പം നമുക്ക് അതിൻ്റെ കണക്ഷൻ കിട്ടും. പക്ഷെ അതിൽ ഏറ്റവും ബെസ്റ്റ് ഷമീറാന്ന് പറയും. അപ്പോൾ ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു ടെക്നീഷ്യനാണ് വരുന്നത്. അതുപോലെ ഇപ്പോൾ അതിൻ്റെ മ്യൂസിക് ദിബു നൈനാൻ അല്ലേ, തമിഴൊക്കെ ചെയ്തിട്ടുള്ള. അപ്പോൾ ആ ഒരു ക്രൂ, അതുപോലെ സുരഭിയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു. ട്രെയിലേഴ്സ് തന്നെ നമ്മൾ കാണുമ്പോൾ ആ ഒരു മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഒരു കലക്കലാണ് ആണല്ലേ. രണ്ട് പ്രായം ഒരേപോലെ കൺവിൻസിങ് ആയിട്ട് അതൊക്കെ ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയാണ്. എൻ്റെ ഭാര്യയായിട്ടും അമ്മൂമ്മയായിട്ടും ഉണ്ട്, രോഹിണി ചേച്ചി എൻ്റെ അമ്മയായിട്ടും മോളായിട്ടും ഉണ്ട്. ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഈ ഫിലിംഫെയർ അവാർഡ് വാങ്ങാൻ പോയപ്പോൾ ഞാൻ ഈ ദിബു നൈനാനെ കണ്ടു. അപ്പോൾ പുള്ളിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കുറേ കാര്യങ്ങൾ, നല്ല ഒരു സംഭവമാണ്, ചെയ്ത് തീരാറായി എന്ന് ആ സമയത്ത് പറഞ്ഞിരുന്നു. നല്ല എനിക്കൊരു ചലഞ്ചാണ്, അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ജിതിൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഓരോ പ്രോഗ്രസ്സും ഞാൻ ജിതിനെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ജിതിൻ വളരെ ഹാപ്പിയാണെന്ന് ഞാൻ അങ്ങോട്ടും പറഞ്ഞു. ദിബുവിന്റെ ഓൾറെഡി അയാളുടെ ലിസ്റ്റ് ഓഫ് വർക്ക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും വേറെ ഒരു ലീഗിൽ നിൽക്കുന്ന ആളാണ്. മലയാളത്തിൽ ആദ്യമായിട്ടാണെന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ വരവറിയിക്കുന്ന ഒരു പരിപാടിയായിരിക്കും ഈ പടത്തിലൂടെ ദിബു നൈനാൻ തോമസിന്റെ. അടിപൊളിയായിരിക്കും. ഇതിപ്പോ ഒരു 6 വർഷത്തിന് മുമ്പ് ഈ ആലോചനകൾ തുടങ്ങിയ സിനിമയാണ്. അപ്പൊ അന്നേ ഇത്രയും വലിപ്പം സിനിമയ്ക്ക് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു, ബഡ്ജറ്റ് വൈസും ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത്രയും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ആസ് എൻ ആക്ടർ തന്നെ ഞാൻ പറയുന്നത് 2017 ഉണ്ടായിരുന്ന എനിക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ അറിയാം. ഭയങ്കര പരിമിതമായിട്ടുള്ള അറിവുകൾ അന്നുണ്ടായിരുന്നിട്ടുള്ളൂ. പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു തുറന്ന മനസ്സും എനിക്ക് അന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇന്നത്തെ അത്രയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ എൻ്റെ കാര്യം മാത്രമേ പറയുന്നത്. ഇതുപോലെ ജിതിനാണെങ്കിലും ഈ ഒരു ഡ്രീമിനെ ചേസ് ചെയ്തിട്ട് ഓക്കെ ഇന്ന സമയത്ത് ഈ പടം നടക്കും എന്നാൽ അതുവരെ കുറഞ്ഞ് ഉറങ്ങിയേക്കാം അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാം എന്നുള്ളതല്ല. അവന് ഓരോ ദിവസവും ചെറിയ ചെറിയ കല്ല് പിറക്കി കൂട്ടി വെക്കുന്ന പോലെ അവനൊരു മല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇതിന് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും. നമുക്ക് കാലം നമുക്ക് വരുത്തുന്ന ഒരു തിരിച്ചറിവുകൾ, മെച്യൂരിറ്റി, കൂടുതൽ ഇൻഫർമേഷൻസ് ലൈഫിനെ പറ്റിയും ഒക്കെയും ഇതൊക്കെയും വ്യത്യസ്തമാണ്. ക്യാമറാമാൻ ജോമോന്റെ ഏറ്റവും നല്ല വർക്കുകളിൽ ഒന്നായിരിക്കും, സംശയമില്ല. നമുക്കൊരു ഭയങ്കര ഗൈഡിങ് ഫോഴ്സ് ആയിരുന്നു ജോമോൻ ചേട്ടൻ എന്ന് പറയുന്നത്. ഗുഹകളിലേക്ക് ലൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ അതൊരു കാഴ്ച അനുഭവം തന്നെയായിരുന്നു. അത് 3D കൂടെ ആവുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഒരു 3D സിനിമ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 3D എന്ന് പറയുമ്പോൾ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് 3D ചെയ്യുന്നത്, 3D ക്യാമറയിലല്ല ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ എങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവണ്ടേ. അതിന് ഇതിൽ നമ്മൾ ക്യാമറയിൽ അത്രയും ഇപ്പോൾ ഡെപ്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആൾക്കാരുടെ പ്ലേസ്മെൻ്റ് ആണെങ്കിലും നമ്മൾ സീനിൻ്റെ കൊറിയോഗ്രഫി ആണെങ്കിലും ഇതൊക്കെ 3Dയിൽ നമ്മളൊരു ഇമോഷണൽ സീൻ കാണുമ്പോഴും നമുക്ക് കുറച്ചും കൂടെ നമ്മൾ ആ സീനിനകത്തോട്ട് ഇന്നായിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ അതൊക്കെ അതുപോലെ ഈ ചില നമുക്കിങ്ങനെ കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. 3Dക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യണം, ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പാടില്ല, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇതിനൊക്കെ അനുസരിച്ചും അതിന് മനോഹരമായിട്ട് ഇത് ഷൂട്ട്. അപ്പോൾ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നില്ല. ആ ഒരു ഏരിയ സിനിമോഗ്രാഫി ഏരിയ ഞങ്ങള് അവന് മോചനല്ലേ, അതിന് നമുക്ക് ടെൻഷൻ ഇല്ല എന്നുള്ള പോലെയായിരുന്നു. ഓരോ ഷോട്ട് കാണുമ്പോഴും അത് ഭയങ്കര എക്സൈറ്റ്മെന്റ്. വേറെ ഏതെങ്കിലും അടുത്ത വേറൊരു സീൻ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഓക്കെ അതെങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എന്ത് ഗ്രാൻഡിയർ സാധനമായിരിക്കും എന്നാണ്. അതാ അപ്പോൾ ടോവിയുടെ 50ാമത്തെ പടമാണ് അല്ലേ, ഓണം റിലീസാണ്. ഒപ്പിച്ചു ഒരു 50 ഒപ്പിച്ചു, ചെറുതും വലുതും വില്ലനും. അതെ, ഇനി ഇറങ്ങാൻ നിരനിരയായിട്ട് ബാക്കിലുണ്ടല്ലോ കുറെ. നരിവേട്ട അല്ലേ ഷൂട്ട് ഐഡന്റിറ്റി ഉണ്ട്. നരിവേട്ടയുടെ പേര് കേൾക്കുമ്പോൾ എന്തോ ഭയങ്കര സംഭവം തോന്നും. അത് പക്ഷെ അതൊരു പൊളിറ്റിക്കൽ സിനിമയാണ്, മാസ് മസാല പടമൊന്നുമല്ല, സീരീസ് പടം. ഞാൻ പറഞ്ഞ പോലെ ഞാനെപ്പോഴും എനിക്കൊരു ബാലൻസ് കീപ്പ് ചെയ്ത് പോകണം എന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും അതിന് ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് മീഡിയം ആണെന്നുള്ള കാര്യം ഒരിക്കലും മറന്നുകൊണ്ട് അല്ല ചെയ്യുന്നത്. ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് ഹൈ തരുന്ന അതേസമയം ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് വരുന്ന പണം മുടക്കുന്ന പ്രൊഡ്യൂസർക്ക് നഷ്ടമില്ലാത്ത സിനിമകൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ്. അങ്ങനത്തെ ഒരു സിനിമയായിരിക്കും. ഇപ്പം നമ്മൾ ഈ സിനിമയുടെ 1 വർഷം മുമ്പ് ടീസർ വന്നതിന് ശേഷമുള്ള കമൻസ് തന്നെ നോക്കിയാൽ ഇപ്പോൾ ഒരു RRR ഉണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളുണ്ട്, പക്ഷേ ഇവിടുന്ന് ഇതായിരിക്കും എന്ന തരത്തിൽ പല കമൻറ്റുകളുണ്ട്. നിങ്ങൾ പറയുന്നത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് പ്രതീക്ഷയുടെ അമിതഭാരം എന്നൊക്കെ പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങനത്തെ ഒന്നും ഒരു സിനിമയല്ല. ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും.
വേറെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് പോയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം പോലും നിങ്ങൾ അപ്പോൾ പ്രതീക്ഷിച്ചത് അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇഷ്ടക്കുറവുണ്ടായേക്കാം. അതുകൊണ്ട് ഒന്നും ഇല്ലാണ്ട് ഒരു ക്ലീൻ സ്ലേറ്റിൽ പോയി കഴിഞ്ഞാൽ ചില പോയിന്റേഴ്സ് നമ്മൾ തരും, പോസ്റ്റേഴ്സിൽ നിന്നോ ടീസറിൽ നിന്നോ ട്രെയിലറിൽ നിന്നോ ഒക്കെ തോന്നുന്ന അതാണ്. അതിനപ്പുറം ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കാതിരിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഏറ്റവും നല്ലൊരു ഓണം എക്സ്പീരിയൻസ് ആയിരിക്കും. ഫെസ്റ്റിവൽ മൂഡ്. ഫെസ്റ്റിവൽ ബ്ലാസ്റ്റ് ഒരു ലക്ഷണമൊത്ത മലയാളം പടമായിരിക്കും. ഓക്കെ, ഈ ടെറൈൻ മനസ്സിലാക്കി നമ്മൾ ആ സിനിമ കാണണം എന്നും കൂടെ ഉണ്ടാവും അല്ലേ? ടെറൈൻ ഈസിലി മനസ്സിലാവും. അതെ, അതിനകത്ത് ഒരു ദുരൂഹതയും ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. നമ്മുടെ നാട്ടില് ചോദിക്കാവുന്ന പറയുന്ന ഒരു സ്ഥലത്തിൽ നടക്കുന്ന ഒരു സംഭവം. ഓക്കെ, അപ്പോൾ സിനിമ വലിയ ഹിറ്റ് ആവട്ടെ, ഈ പ്രതീക്ഷകൾക്കൊക്കെ ഒരു ഫലം ഉണ്ടാവട്ടെ. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു സോ മച്ച്. താങ്ക് യു.